കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്നും വീണ ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസ് അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ സംഘം. ശ്വാസകോശത്തിലെ ചതവും രക്തം കെട്ടിക്കിടക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നു. ഉമാ തോമസ് കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന് കുറച്ചു ദിവസം കൂടി വെന്റിലേഷനിൽ കഴിയേണ്ടി വരുമെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന പാലാരിവട്ടം റിനൈ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ അറിയിച്ചു. രാവിലെ നടത്തിയ CT സ്കാൻ പരിശോധനയിൽ തലയുടെ പരിക്കിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത്. ആന്തരിക രക്തസ്രാവം വർദ്ധിച്ചിട്ടില്ലെങ്കിലും ശ്വാസകോശത്തിലെ ചതവുകൾ അല്പം വർദ്ധിച്ചത് ആശങ്ക ഉണ്ടാക്കുന്നതായും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ അപകടനില തരണം ചെയ്തതായി പറയാനാവില്ല. ശ്വാസകോശത്തിലെ ചതവ് മാറാൻ ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. വിശദമായി നടത്തിയ സ്കാനിൽ നട്ടെല്ലിൽ പൊട്ടലുകൾ കണ്ടെത്തിയെങ്കിലും അടിയന്തര ഇടപെടലുകൾ ആവശ്യമില്ല. രോഗിയുടെ അവസ്ഥ മെച്ചപ്പെട്ട ശേഷം ആവശ്യമെങ്കിൽ ചികിത്സാ നടപടികൾ കൈക്കൊള്ളും. വയറിന്റെ സ്കാനിലും കൂടുതൽ പ്രശ്നങ്ങൾ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് റിനൈ മെഡിസിറ്റി മെഡിക്കൽ ഡയറക്ടറും ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ കൃഷ്ണനുണ്ണി, ന്യൂറോ സർജൻ ഡോക്ടർ മിഷാൽ ജോണി, ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗൗതം ചന്ദ്രൻ എന്നിവരടങ്ങുന്ന മെഡിക്കൽ സംഘം പറഞ്ഞു. ഇന്നലത്തെ വെച്ചിട്ട് CT നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ്കോ തന്നെയാണ്. സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആകുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. നമുക്ക് ബ്രെയിനിൽ അതേമാരെ തന്നെ നിൽക്കുന്നു, മോശമായിട്ടില്ല. നമുക്കിപ്പോൾ ഒരു ചാലഞ്ച് ആയിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കുഴലാണ്. അപ്പോൾ ഈ രക്തം ബ്ലീഡ് ചെയ്തിട്ട് മൂക്കിൽ നിന്നും വായുന്നു അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ വളരെ കുറവേ ഉള്ളൂ. ഒരു 200 ml താഴെ ഉള്ളൂ, 2 സൈഡിലും ഉണ്ട്. പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള റിബ് ഫ്രാക്ചറാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ CTയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ്, കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അപകടമുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമെത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇവരുടെ കൂടി നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ചികിത്സാ രീതികൾ തുടരുന്നത്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ഉമാ തോമസ്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ വേദിയിലിരിക്കെയാണ് അപകടം സംഭവിച്ചത്. 15 അടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് താഴെ വീണത്. ജനം, കൊച്ചി.